സുഹൃത്തുക്കളെ, ഫാമേഴ്സ് ഫ്രണ്ട്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് എൻ്റെ ടെറസിൽ നട്ട പാവൽ കൃഷിയാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. പാവൽ കൃഷി എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇത് എൻ്റെ ടെറസിൽ ചെയ്ത പാവക്ക കൃഷിയാണ്. നമ്മൾ പാവക്ക കൃഷി ചെയ്യുമ്പോൾ അത് വിത്ത് നട്ട് പറിച്ച് നടുന്നതാണ് ഏറ്റവും നല്ലത്. വിത്ത് പാകി മുളപ്പിച്ച് പറിച്ച് നടുന്നതാണ് ഏറ്റവും നല്ലത്. പ്രിയങ്ക പ്രീതി ഇനത്തിൽപ്പെട്ട നല്ല വിത്തുകൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. മണ്ണുത്തി സർവകലാശാലയിൽ വിളയിച്ചെടുത്ത ഏറ്റവും നല്ല ഇനം വിത്തുകളാണ് അത്. പാവൽ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം തന്നെ നമ്മളത് ഗ്രോബാഗിലേക്ക് നടുന്നുണ്ടെങ്കിൽ പോട്ടി മിക്സറൊക്കെ തയ്യാറാക്കി, ഒരു ദിവസം മുന്നേ പോട്ടിംഗ് മിക്സറൊക്കെ തയ്യാറാക്കി ആ പോട്ടിംഗ് മിക്സിനെ നമ്മൾ ഗ്രോബാഗിലേക്ക് മാറ്റുന്നു. അതുപോലെ വിത്ത് നടുന്നതിന് ഒരു ദിവസം മുന്നേ നമ്മളത് സൂഡോമോണസ് ലായനിയിൽ ഇട്ട് വെക്കുന്നത് നല്ലതാണ്. കാരണം പാവക്ക വിത്തിൻ്റെ തോട് ഭയങ്കര കട്ടിയുള്ളതാണ്. അതൊന്ന് സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ കീടങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൂഡോമോണസ് ലായനിയിൽ അത് കുതിർത്ത് വെക്കുന്നത്. അതിനുശേഷം നമ്മൾ ഗ്രോ ബാഗിലേക്ക് പറിച്ച് നടാൻ എന്നതാണ്. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത്, ആമവണ്ടാണിത്. ആമവണ്ടിൻ്റെ ആക്രമണം വല്ലാതെ നന്നായി ബാധിക്കും പാവക്ക കൃഷിയെ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിലൊക്കെ നോക്കി, ഇതുണ്ടോ ആമവണ്ടിൻ്റെ, ഇതാണ് ആമവണ്ട്. ഇതിനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിയില്ലെങ്കിൽ അത് വന്ന് ആമവണ്ട് വന്നിട്ട് മുഴുവനും കായ്കളൊക്കെ തുരന്നിട്ട് കളയും. അതിൻ്റെ ഉള്ളിൽ കൂട് കൂട്ടി പിന്നെ പുഴുവായി അത് നശിച്ചു പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് നമുക്ക് ഏറ്റവും നല്ലത് ടെറസിൽ കൃഷി ചെയ്യാൻ ഏറ്റവും നല്ല ഒരു വിളയാണ് പാവക്ക കൃഷി. വിത്ത് മുളച്ച് വരാൻ കുറച്ച് സമയമെടുക്കും. ഏകദേശം 2 ആഴ്ച പ്രായമായി കഴിഞ്ഞാൽ നമ്മളതിനെ പറിച്ച് നടേണ്ടതുള്ളൂ. അപ്പോഴേക്കും അതിന് വള്ളി വീശി തുടങ്ങും. അപ്പോൾ നമ്മളെന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതുപോലെ ഇത് ഇതുണ്ടോ, നമ്മൾ മുളയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഗോൾഡൻ ബാമ്പുവിൻ്റെ കമ്പ് നാട്ടി കൊടുത്തിട്ട് അതിലാണ് ഞാൻ ഇത് പകർത്തിയിട്ടുള്ളത്. ഇതായിട്ട് നന്നായിട്ട് കായ് പിടിക്കുന്നുണ്ടോ. അപ്പോൾ ഇതിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കീടങ്ങൾ വന്ന് അതിന് കീടാക്രമണം ശ്രദ്ധിക്കണം. മറ്റൊന്ന്, നമ്മൾ ഗ്രോ ബാഗിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫലം കിട്ടുന്നുണ്ട്. അതിന് നനക്കുന്ന വളവും വെള്ളമൊക്കെ അതിൽ തന്നെ ഗ്രോ ബാഗിൽ തന്നെ ആ തൈകൾക്ക് തന്നെ കിട്ടും. ഏറെ കീടങ്ങൾ ബാധിക്കുന്ന ഒരിനമാണ് പാവക്ക. അപ്പോൾ നമ്മൾ അതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അതിന് കവറിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അതല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ പാവക്ക വന്ന് നോക്കുക, അതിൽ കീടങ്ങളൊക്കെ വന്ന് പറ്റിയിട്ടുണ്ടോ നോക്കുക. കീടങ്ങളുടെ ആക്രമണം, ഇതിന് ഏറ്റവും നമ്മളത് ജൈവ കീടനാശിനി ഉണ്ടാക്കി തളിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ഞാൻ നേരത്തെ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ജൈവ കീടനാശിനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള എൻ്റെ മറ്റുള്ള വീഡിയോകളിൽ നിങ്ങൾക്ക് കാണാം. മറക്കാതെ എൻ്റെ വീഡിയോസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിൽ കൂടുതൽ നിങ്ങൾക്ക് കൃഷിയെ പറ്റിയുള്ള എല്ലാ സംശയങ്ങളും ദൂരീകരിക്കാൻ പറ്റുന്ന എല്ലാവിധവും എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതുണ്ടോ, ചെറിയ ചെറിയ കായകളൊക്കെ ഉണ്ടാകുന്നുണ്ടോ. ഞാൻ ഇതിന് ചെയ്തു കൊടുക്കുന്ന വളം, അതിനെപ്പറ്റിയും ഞാൻ നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് കായ്കൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ച് ചെയ്താൽ നല്ലൊരു കൃഷിയാണ് പാവക്ക കൃഷി. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ നമ്മുടെ തൊടികളിലും ടെറസിലൊക്കെ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ നിറച്ചും പൂക്കൾ ഉണ്ടായിട്ട് കണ്ടോ. ഇത് നല്ലൊരു ഇനം വിത്താണ്. അതുകൊണ്ടാണ് ഇത്രയും പൂക്കളും കായ്കളൊക്കെ ഉണ്ടാകുന്നത്. ഇതിപ്പോൾ ഞാൻ നട്ടിട്ട് കുറച്ച് ആഴ്ചകളായിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്നും ഇതിന് നോക്കി, ഇതാ പൂക്കളുണ്ട്. ഇതിലൊക്കെ നിറച്ചും പൂക്കൾ ഉണ്ടാകുന്നുണ്ട് കണ്ടോ. ഇതൊക്കെ നല്ല പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ വേണ്ടത് നമ്മളെ ജൈവ വളം നന്നായി ചേർത്ത് കൊടുക്കുക. ദിവസം 2 നേരം ടെറസിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ദിവസം 2 നേരം നനച്ചു കൊടുക്കേണ്ടതാണ്. കുറേശ്ശെ വെള്ളം നനച്ചാൽ മതി. ഞാൻ ഇതിന് ഇടയ്ക്ക് വളമായിട്ട് കൊടുക്കുന്നത് സൂഡോമോണസ് ലായനി ചേർത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. സൂഡോമോണസ് ലായനി എങ്ങനെയാണ് ഇതിന് തെളിക്കേണ്ടതെന്നും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും അതിൻ്റെ അളവൊക്കെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ കാണിച്ചു തരുന്നുണ്ട്.
1 ലിറ്റർ വെള്ളത്തിന് സൂഡോമോണസ് ലായനി പൗഡറാണിത്. 1 ലിറ്റർ വെള്ളത്തിന് 20 മില്ലിഗ്രാം എന്ന തോതിലാണ് ഇതിന് നമ്മൾ സൂഡോമോണസ് എടുക്കേണ്ടത്. ഇതിപ്പോൾ ഇതാ 1 ടീസ്പൂണാണ്. 1 ടീസ്പൂൺ ഏകദേശം 10 ഗ്രാം ഉണ്ടാവും. അപ്പോൾ നമ്മൾ 1 ലിറ്റർ വെള്ളത്തിന് 2 ടീസ്പൂൺ എടുത്തു കഴിഞ്ഞാൽ ധാരാളമായി. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഒരു 3 ഗ്രോ ബാഗിലാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സൂഡോമോണസ് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് വെള്ളം ഒഴുകിപ്പോകുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കണം. സൂഡോമോണസ് ഏറ്റവും നല്ല ഒരു വളം കൂടിയാണ്. അത് ഇലകൾ തളിച്ചു കൊടുക്കാം. നല്ല ഗ്രോത്തോടെ ഇലകൾ വളരാനുള്ള ഒരു സഹായകമാകുന്ന ഒരു വളം കൂടിയാണ് സൂഡോമോണസ്. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കാമേ. 2 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി അതിനെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. ഞാനിത് 2 ലിറ്റർ വെള്ളത്തിന് 4 ടീസ്പൂൺ സൂഡോമോണസ് ഇതിലിട്ടിട്ടുണ്ട്. 2 ലിറ്റർ വെള്ളം, കാരണം എൻ്റെ അടുത്ത് അത് ഇപ്പോൾ 3 തയ്യേ പാവക്കയുടെ ഗ്രോ ബാഗുള്ളൂ. അതിന് ഒഴിച്ചു കൊടുക്കാമേ. അത് നമുക്ക് നേരിട്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും, ഇതുപോലെ ബാഗിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. അതുപോലെ ഇലകളിൽ തളിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ്. ഇലകളിൽ തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായി ഇലകൾക്ക് നല്ല പച്ചപ്പുണ്ടാവും, നന്നായി വളരുകയും ചെയ്യും ഇലകൾ. കീടങ്ങളിൽ നിന്നും ഒരു പരിധി വരെ അതിനൊരു പ്രതിരോധ ശേഷി കിട്ടുന്നതും കൂടിയാണ് സൂഡോമോണസ്. അപ്പോൾ നമ്മൾ അത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇലകളൊക്കെ ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ ടെറസിൽ മറ്റ് പല കൃഷികളും ചെയ്യുന്നുണ്ട്. ഇത് ചെറുതേനീച്ചകളാണ് ഇത് കൂടുതൽ ഈ പൂക്കളിൽ വന്ന് പറ്റുന്നത്. കണ്ടോ, അതുമൂലമാണ് ഇത് പരാഗണം നടക്കുന്നത്. അതുമാത്രമല്ല, നമുക്ക് ടെറസിലാകുമ്പോൾ ഇഷ്ടംപോലെ കാറ്റ് കിട്ടും. കാറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെടി ആടുമ്പോൾ അതിൻ്റെ പരാഗണം നന്നായിട്ട് നടക്കും. പൂക്കളൊക്കെ കണ്ട നല്ല ഉഷാറുള്ള പൂക്കളാണ്, നിറച്ചും പൂക്കളുണ്ട്. ഇത് സന്ധ്യക്കാണ് കൂടുതൽ പൂവ് കാണുക. സന്ധ്യാസമയത്ത് നന്നായിട്ട് പൂക്കൾ കാണും. നല്ല പൂക്കളുണ്ട്, നിറച്ചും പൂക്കളുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാനിതിപ്പോൾ ടെറസിലാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഒരു കമ്പ് നാട്ടി അതിലൂട്ട് പടർത്തി കയറ്റി ഇതിനൊരു നെറ്റ് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. നെറ്റ് വലിച്ച് കെട്ടിക്കൊടുത്ത് അതിലാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്വന്തം ആവശ്യത്തിന് നമുക്ക് വേണ്ടുന്ന പച്ചക്കറികൾ, വിഷരഹിത പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് കഴിക്കാവുന്ന നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരും എൻ്റെ വീഡിയോ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ഗുഡ് ബൈ.